സംസാരിക്കാനുള്ള സ്കിൽ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പാരന്റിങ്ങിന് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു പാരന്റ് എന്നോട് പറയുകയാണ്, അത് കറക്റ്റ് ആണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് സഹായിക്കുന്നു. ഫോണിൽ റീചാർജ് കഴിഞ്ഞപ്പോഴാണ് വൈഫുമായിട്ട് കുറെ നേരം സംസാരിച്ചത്. എണീറ്റ് തട്ട് പറയണം, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഫോണിൽ റീചാർജ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിൽ പഠിക്കേണ്ട ഒരു സംഭവം ഉണ്ട്. നമ്മൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അയാളോട് ഇതുവരെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് പോയിട്ട് മിണ്ടണം. നാളെ നിങ്ങളാണോ അയാളാണോ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ലൈഫിൽ ഒരു സുപ്രഭാതത്തിൽ അയാൾ പെട്ടെന്ന് വാനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന മൊമെന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റുക. നമ്മുടെ അച്ഛനും അമ്മയും നിലനിൽക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക, നമുക്ക് നിറവേറ്റി തരാൻ പറ്റുക. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഫീലിംഗാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഒറ്റപ്പെടലിന്റെ വേദന. നമ്മുടെ ഉമ്മ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഉപ്പ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണ്ട രീതിയിൽ സാധൂകരിച്ചു തരുള്ളൂ. ഉപ്പാടെയും ഉമ്മാടെയും ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്.